തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ മാങ്ങയിട്ട കറിയാണ്. ഇത് ഒരു വെറൈറ്റി കറിയാണ്. ഈ കറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ലഞ്ചിൻ്റെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ഡിന്നറിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇത് ചെമ്മീൻ പോലെ തന്നെ ആഗോലി, അയക്കോറ, നെയ്മീൻ പോലുള്ള മീനുകൾ കൊണ്ടും ഇത് തയ്യാറാക്കാൻ പറ്റും. നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഉലുവ പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. വളരെ നൈസായിട്ടൊന്നും ഇപ്പോൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് മീഡിയം സൈസ് കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. കാരണം നമുക്ക് ഇതെല്ലാം വഴറ്റിയതിന് ശേഷം അതൊന്ന് അരച്ച് പേസ്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ കറിയിൽ ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ നൈസായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സവാള ഒന്ന് പെട്ടെന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്താൽ സവാള പെട്ടെന്ന് സോഫ്റ്റായി കിട്ടും. നമുക്ക് ഇത് ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഒരു അര ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചിയും ഒരു 5-6 ഇല്ലി വെളുത്തുള്ളിയും അതേപോലെ ഒരു 5-6 ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. ചതച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇത് പേസ്റ്റായിട്ട് അരക്കാനുള്ളതാണ്. പേസ്റ്റായിട്ടാണ് നമ്മളിത് കറിയിൽ ചേർക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ അതൊന്നും പ്രശ്നമില്ല. വലിയ കഷ്ണമായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി ഒന്ന് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിൻ്റെ പച്ച മണം മാറട്ടെ. അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരൊറ്റ തക്കാളി മതി, മീഡിയം സൈസ് തക്കാളി. കാരണം ഞാൻ ഇവിടെ ചെമ്മീൻ ഒരു 300-350 ഗ്രാം ചെമ്മീനാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്കുള്ള അളവാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള തക്കാളിയാണ് ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്തത്. അതും വലിയ പീസായിട്ടാണ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കാരണം ഞാൻ പറഞ്ഞല്ലോ നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. ഈ തക്കാളി ഒന്ന് വെന്ത് കിട്ടണം. എന്നിട്ടേ നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതൊക്കെ തക്കാളിയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. നമുക്ക് ഈ മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. ഞാനൊരു 2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. സാധാ മുളക് പൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയാണ് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഫിഷ് മസാല ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ കറി പൗഡർ ആയാലും മതി. എന്തായാലും ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും കിട്ടും കറിക്ക്. ഫിഷ് മസാല ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി അതില്ലെങ്കിൽ കറി പൗഡർ ഏതെങ്കിലും കറി പൗഡർ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടുതൽ ഇട്ട് കൊടുക്കുക. അങ്ങനെയും ചെയ്യാം. ഇനി നമുക്ക് ഇത് എല്ലാം വഴന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ചട്ടി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഇതുപോലെ തന്നെ ഇവിടെ വെക്കുക. കാരണം ഇത് നമുക്ക് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അത് തണുക്കാതെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഈ ചട്ടി കഴുകേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ചട്ടി തന്നെയാണ് ഇനി ബാക്കിയുള്ള പ്രൊസീജിയറും ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ചട്ടി ഇങ്ങനെ തന്നെ വെക്കുക. നമുക്കിത് തണുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ തണുത്ത് കിട്ടും. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചിട്ട് വരാം. അരക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. നിങ്ങൾക്ക് എത്ര തിക്കിലാണോ കറി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ ഇതൊക്കെ അരച്ച് ഈ ചട്ടിയിലേക്ക് തന്നെ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് സമയം ഒന്ന് വേവണം. ഇതിൽ എണ്ണ തെളിഞ്ഞ് ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം. ഞാൻ ചെമ്മീനിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 350 ഗ്രാം ചെമ്മീനുണ്ട് ഇത്. ഇനിയിപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ഫിഷാണ്, ഞാൻ പറഞ്ഞല്ലോ ചെമ്മീൻ പോലെ തന്നെ അയക്കോറ, ആഗോലി, നെയ്മീൻ കൊണ്ടൊക്കെ ഇതുപോലുള്ള കറി ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ ഇതേ അളവിലെടുത്താൽ മതി. ഏത് മീനാണെങ്കിലും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. മാങ്ങ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്തിട്ടും. നമുക്ക് ഈ കറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ മീനും മാങ്ങയും മാത്രമേ കാണുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ പേസ്റ്റായിട്ടാണ് അരച്ചിട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്നും കാണൂല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ കറി നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇത് ഒരു 5 മിനിറ്റ് മീനൊന്ന് വേവട്ടെ.
5 മിനിറ്റിൽ കൂടുതൽ വേവിക്കരുത്, അത്ര വേവുണ്ടാവുള്ളൂ ചെമ്മീന്. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിലേക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ അതൊന്ന് നോക്കിയിട്ട് ആഡ് ചെയ്യണം. അതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട്, മാങ്ങയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല കുറച്ച് ഉപ്പ് ഇടേണ്ടി വരും. അപ്പോൾ നമ്മൾ പാകത്തിന് നോക്കിയിട്ട് ചേർക്കുക. ഇനിയിപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഈ ഒരു പരുവത്തിലാവുമ്പോഴാണ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 1.25 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതിനനുസരിച്ച് തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല തിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. അല്ല വെള്ളം പോലുള്ളത് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല, അപ്പോൾ കറി ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നല്ല തേങ്ങ കൂടുതലെടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചിട്ട് നല്ല ജാറിലിട്ടിട്ട് നല്ല അരച്ചിട്ട് നല്ല അരിച്ചെടുക്കുക. അപ്പോൾ നല്ല തിക്ക് തേങ്ങാപ്പാൽ കിട്ടും. ഒരു 1.25 കപ്പ് കിട്ടും. ഇത് ഇനി തിളക്കാൻ പാടില്ല. ഇതുപോലെ തിള അവിടെ ഇവിടെ വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അത്രേ വേണ്ടുള്ളൂ. നമ്മളെ കറി റെഡിയായി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കറി, ഇതുപോലെ ചെമ്മീൻ മാങ്ങയിട്ട കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും എൻ്റെ നന്ദി.